ഈ രാഷ്ട്രീയ നോമിനികളൊക്കെ തന്നെ സർക്കാരിൻ്റെ കുഴലൂത്തുകാർ തന്നെയാണ്. അതാണ് ഇത്രയും കാലവും നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കണ്ടിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 1200-ലധികം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ അതിപ്രധാനമായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ തന്നെ നിലനിർത്തുന്ന ക്ഷേത്രമെന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രമാണ്. കേരളത്തിൻ്റെ തന്നെ ഒരു പ്രധാന വരുമാന സ്രോതസ്സുമാണ് ശബരിമല. കേരളത്തിൻ്റെ ധനകാര്യം മാത്രമല്ല, CPM-ൻ്റെയും വലിയൊരു വരുമാന സ്രോതസ്സായി ശബരിമലയെ അവർ മാറ്റി എന്നുള്ളതാണ്. ശബരിമലയിൽ നിന്ന് വന്ന ഇത്തരത്തിലുള്ള കഥകൾ അതെല്ലാം തന്നെ തമസ്കരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കെ ജയകുമാറിനെ അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. അല്ലാതെ കെ ജയകുമാർ വരുമ്പോൾ ഇനി അവിടെ എല്ലാം ക്ലീനായി എന്ന് ധരിക്കുന്നത് തെറ്റാണ്. ഇനി CPM-ന് കാര്യങ്ങൾ ശബരിമലയിൽ ഒന്നുകൂടെ സുതാര്യമായി മാറാൻ പോകുന്നു എന്നർത്ഥം. കാരണം പല കാരണങ്ങളാണ്. ഒന്ന്, കെ ജയകുമാർ ഔദ്യോഗിക തലത്തിൽ നിന്ന് വിരമിച്ചിട്ട് 13 വർഷം പിന്നിടുകയാണ്. 2012 അദ്ദേഹം ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് ഇറങ്ങി. പിന്നീട് അദ്ദേഹം, ആ സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.